വി ശിവൻകുട്ടിക്കാണെങ്കിലും ഇപ്പുറത്ത് എന്തും കൽപ്പിച്ച് എന്തും ചെയ്യാൻ ഉറച്ചു തന്നെയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന ഗവർണർ നിൽക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിൽ. സംസ്ഥാനം മാറിപ്പോയി, അത് കേരളമാണ്, ബീഹാർ അല്ല. നമ്പർ 1. നമ്പർ 2, അവിടെ ഇരിക്കുന്നത് ഗവർണർ ആണെങ്കിൽ പ്രോട്ടോകോൾ പാലിക്കും. ഇരിക്കുന്നത് സംഘപരിവാറുകാരനാണെങ്കിൽ ഇതേപോലെ അന്തസ്സോടുകൂടി കാര്യങ്ങൾ പറയേണ്ടത് വെടിപ്പായി പറഞ്ഞിട്ട് ഇറങ്ങി പോരുകയും ചെയ്യും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇന്ന് ശിവൻകുട്ടി ചോദിച്ചു. ആദ്യം സുജയ് പറഞ്ഞൊരു കാര്യത്തിന്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടേതടക്കമുള്ള ഭൂപടമാണോ അവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇന്ത്യയിൽ നിന്ന് ഭിന്നിച്ചു പോയ രാജ്യത്തിന്റെ ഭാഗമടക്കം ഉണ്ടല്ലോ. അത് മാത്രമല്ലല്ലോ, ബാക്കി രാജ്യങ്ങൾ പാകിസ്ഥാന്റെ അല്ല, ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രവിശ്യയാണ് കാണിച്ചിരിക്കുന്നത്, പശ്ചാത്തലത്തിൽ കാണിച്ചിരിക്കുന്നത്. അല്ല, ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രവിശ്യ മാത്രമല്ല, നിങ്ങൾ 1947 മുമ്പാണെങ്കിൽ ഭാരതം എന്ന സങ്കല്പമേ അല്ല. അവിടെ തിരുവിതാംകൂറും കൊച്ചിയും അടക്കം 600ഓളം നാട്ടുരാജ്യങ്ങൾ. ആ നാട്ടുരാജ്യങ്ങളെ പ്രതിദാനം ചെയ്യുകയാണോ? ഇവിടെ എവിടെയാ പാകിസ്ഥാൻ? എന്തിനാ പാകിസ്ഥാനെ വെച്ചിരിക്കുന്നത്? എന്താ കാശ്മീർ? എവിടെ കാശ്മീർ? ഞാൻ 1947 ശേഷമുള്ള ഇന്ത്യയുടെ ഭൂപടം അല്ല വെച്ചിരിക്കുന്നത് എന്നുള്ളത് നല്ല വെടിപ്പായി സ്വന്തമായിട്ട് ഭൂപടം ഉണ്ടാക്കി വെക്കാൻ ഇത് ഗവർണറുടെ രാജ്യത്തിന്റെ ഭൂപടം വയ്ക്കാൻ രാജ്ഭവനിൽ ഗവർണർക്ക് എന്ത് അധികാരം? അങ്ങനെ ഒരു ചിത്രം വെച്ച ശേഷം ഭാരതാംബയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഇതാണ് ഭാരതാംബ എന്നാണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് പാഠമാണ് കൊടുക്കുന്നത്? ഇതാണോ ഭാരതാംബ? ഇതാണോ ഭാരതാംബ? കാവിക്കൊടി പിടിച്ച നരേന്ദ്രമോദി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ ഭാരതാംബയുടെ ഭാഗമാണോ? നിയമസഭയിലിരുന്ന് പോൺ ചിത്രം കണ്ട BJP MLA കാണിച്ചിട്ടില്ല. ഒരു നിമിഷം കുട്ടി ചോദ്യമുണ്ടല്ലോ, ആ കാവിക്കുടി പിടിച്ച് നിൽക്കുന്ന വനിതയാരാ? ആ കാവിക്കുടി എങ്ങനെ വന്നു? ആ കാവിക്കൊടി രാജ്യത്തിന്റെ സന്യാസി പരമ്പരകളുടെ ഒക്കെ പാരമ്പര്യത്തിന്റെ ഭാഗമായി ദീക്ഷ കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല. ആ കാവിക്കൊടി അവിടെ തന്നെ ഉണ്ടാവും. കാവിക്കൊടിയെ കുറിച്ചുള്ള താങ്കളുടെ ചൊറിച്ചിൽ അവിടെ ഇരിക്കത്തേയുള്ളൂ, ചൊറിഞ്ഞിരിക്കാം. കൊണ്ടുവന്നത് നാട്ടുകാരെ അതവിടെ തന്നെ ഇരിക്കും. ദേശീയ പതാകയാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇവിടെ നെഞ്ചി വെച്ചിട്ട് വിളിച്ചതാ. ആ സവർക്കറുടെ അഖണ്ഡ ഭാരതത്തെ ഈ പൂജ ചെയ്യാൻ സൗകര്യമില്ല സുജയ.